Sir, ഞങ്ങൾക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞ പോലെ കൂടുതലൊന്നും അറിവില്ല, എന്നാലും ചെറിയ 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 സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഈ ISROനകത്ത് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അതെല്ലാം പോയിട്ട് ആദ്യം ചോദിക്കട്ടെ. സർ, ഫ്രം കുഞ്ഞുനാൾ മുതലേ സർ ഇങ്ങനെ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണോ പഠിത്തം സ്റ്റാർട്ട് ചെയ്തേ? അല്ല, എനിക്ക് ബേസിക്കലി ഐ ലൈക്ഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ്, യെസ്, ഓഫ് കോഴ്സ്, അതിനൊന്നും യാതൊരു സംശയമില്ല. ആ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി കുറേ ആക്ച്വലി ഞാൻ പഠിക്കുമ്പോൾ മെക്കാനിക്കൽ ബ്രാഞ്ച് ആയിരിക്കും മാക്സിമം ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയില്ല എന്ന് വരുമ്പോഴാണ് പിന്നെ ഇലക്ട്രിക്കലും ഫൈനലി സിവിൽ. പക്ഷെ അതിൻ്റെ അർത്ഥം സിവിൽ മോശമൊന്നുമല്ല, പക്ഷെ മെക്കാനിക്കൽ. So I chose mechanical and I got it also. Okay. Appo anna sir adu you were success to that and you got the credit all alone. Great success. Anna that project was considered to be probably number one for so many years. കാലഘട്ടത്തിൽ I am talking about 1965. 65. Actually ഞാൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി വാങ്ങിച്ചിട്ട് ഇപ്പം 50 years കഴിഞ്ഞു. Okay, appo avudunnu sir you decided? I decided that I liked aerospace, mechanical engineering. പിന്നീട് ISROയിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി I joined Dr. കലാമിൻ്റെ ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ പേര് റോക്കറ്റ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ഷോർട്ട്ലി നോൺ as RED. Okay. And Kalam is known as rocket engineer. Yes. അപ്പം ഞങ്ങളൊരു ശരിക്കും ബീങ് ആൻ ഇന്ത്യൻ, നമ്മളെല്ലാവരും ഇന്ത്യൻസ് ടു ബി പ്രൗഡ് അല്ലേ സർ, നമ്മുടെ ഒരു ഇന്ത്യൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ശരിക്കും എന്നാ പറയാ, അദ്ദേഹം ഒരു ഗോൾഡൻ പേഴ്സൺ. ഓക്കെ സർ, ഇപ്പൊ ശരിക്കും ഞങ്ങളൊരു വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടല്ലോ, ശരിക്കും എനിക്കൊക്കെ ഒരു റോക്കറ്റ് പോകുന്നത്, ഇപ്പൊ TV കാണുന്നത്, ഇത്രയൊക്കെ അറിവുള്ളൂ. പക്ഷെ വാട്ട് ഈസ് ഇറ്റ് ബിഹൈൻഡ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അറിവ് കുറവാ. അത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ തന്നെ I took a model along with me. അപ്പൊ പിന്നെ സർ അതിന്റെ ഒന്ന് എനിക്ക് അതിനോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. I'll take the model with me. Sure. ശരിക്കും ഇതൊക്കെ ഞങ്ങളും എന്നാ പറയുന്നത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനുണ്ടല്ലോ, ബുക്കിനകത്ത് കണ്ടിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞ കൂട്ട് TVയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നോ ഐഡിയ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദിസ്. ആക്ച്വലി ഇത് ഒരു ക്ലാസ് റൂമാണ്, കിച്ചൺ അല്ല. ശരിക്കും അല്ലേ, അറിയാൻ വേണ്ടിയിട്ടാ. No problem. Now this is a model of GSLV, the one which we launched ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ലോഞ്ച് ചെയ്തില്ലേ. I think that is exactly this model. This is a 3-stage vehicle. And the first stage, അതിന്റെ പേര് സ്ട്രാപ്പ് ഓൺ ആണ്. ഈ 4 സ്ട്രാപ്പ് ഓൺ ആണ്, 4 ലിക്വിഡ് എൻജിൻസ് ആണ്. They are liquid stages. So സെൻട്രലും ലിക്വിഡ് സ്റ്റേജ് ആണ്, that is second stage. Third also is liquid stage. Okay, അപ്പൊ രണ്ടെണ്ണമുണ്ട്, ലിക്വിഡ് സോളിഡ് അങ്ങനെ ഉണ്ടോ? അതെ. താഴെ ഇരിക്കുന്നത് മാത്രമാണ് ഇതിനകത്ത് സോളിഡ്. Which is this attached to? No, that's a main booster. Okay. What you are seeing inside the center. Okay. That is about 139 tons of solid propellant. ഇവിടെ each strap on will be 40 tons. അപ്പം 4 into 40 is 160 tons ആണ്. Liquids is going to be 160 tons. Solid is 139 tons. So approximately 300 tons ആണ് ഇതിൻ്റെ ടേക്ക് ഓഫ് വെയ്റ്റിനകത്ത് വരുന്ന സോർട്ട് ഓഫ് ത്രസ്റ്റ്. സെക്കൻഡ് സ്റ്റേജ് ഈസ് നത്തിങ് ബട്ട് ദിസ്, ഇതേ സെയിം തന്നെ, പക്ഷേ ദാറ്റ് ഈസ് ഒരു 37.5 ടൺ. ഇത് 40 ആണെങ്കിൽ അത് 37.5. The third one is a cryogenic. Now this is one of the dream vehicle which we should have launched maybe in 1999 perhaps, even before 2000, though we are late by 15 years. Now this vehicle, I mean, see, the whole thing is called a vehicle. You may confuse between an ordinary vehicle. Correct. Another so I want to know the detail very about simple. That vehicle carries people. This vehicle carries a satellite. Now the satellite is called the payload. അപ്പൊ ഇതിന്റെ മേലെ ആ സാറ്റലൈറ്റ് ഇരിക്കുന്നത് അതിനകത്താണ്, അതായത് ചുറ്റിരിക്കുന്നത് നോസ് കോൺ പോലെ ഇരിക്കുന്നില്ലേ, അതിന്റെ പേര് ഹീറ്റ് ഷീൽഡ് ആണ്.
Oh, heat shield. Heat Okay. shield. This is to protect the satellite. Oh, I see. അതിനകത്താണ് സാറ്റലൈറ്റ്. Okay. So this is actually but for the core stage ബാക്കി എല്ലാം ലിക്വിഡാണ്. Oh, okay. So we and our team, particularly myself, we have contributed, for example, all the liquid stages, these 40 tons and then 37.5 ton. And cryogenic, I was the project director. തുടങ്ങുമ്പോൾ അപ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഞാനില്ലായിരുന്നു. ബാക്കി എവറിത്തിങ് ഈസ് ടുഡേ. സോ ദ ഹോൾ തിങ് ഇസ് കോൾഡ് GSLV. ദാറ്റ് ഈസ് കോൾഡ് ജിയോസിൻക്രണസ്. മേളില് സാറ്റലൈറ്റ് അല്ലേ? അപ്പൊ ശരിക്കും ഈ സാറ്റലൈറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് അറിവുള്ളത് ഞാൻ പറയാം. ഈ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പം TV, ദാറ്റ് ഇസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ ഫോൺ കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം സാറ്റലൈറ്റ്. അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് lot of applications are there. For example, you have weather predictions, you have കാലാവസ്ഥ പറയാനായിട്ട്. And then there are satellites which will be working for a watchdog, as a watchdog. നമ്മുടെ ബാർഡറിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാനായിട്ട് there is a satellite. And then there are satellites, for example, ഈ ഫിഷർമാൻ അവർക്ക് എവിടെ പോയാൽ മാക്സിമം ക്യാച്ച് കിട്ടും, അതിനെ ഐസോതെർംസ് അതൊക്കെ അയ്യോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ these are all going on. This is there. So actually we have reached a stage where we cannot live without a satellite.